ഹായ് ഹലോ എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ പൂ ഇഷ്ടം പോലെ കിട്ടിയൊരു സമയം ഉണ്ടായിരുന്നു. അന്നേരം ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ ഇട്ട് വെറുതെ കളയുമായിരുന്നു. ഇപ്പോഴാണ് ഇതിന് ഭയങ്കര ഡിമാൻഡായത്. ഇപ്പോൾ കിട്ടാനുമില്ല ഈ ഒരു പൂവ്. അപ്പോൾ ഇത് രണ്ട് തരത്തിലുള്ള ശംഖുപുഷ്പമാണുള്ളത്. വെള്ള കളറുണ്ട്, അതുപോലെ നീലയുണ്ട്. ഈ നീല കളറിൽ തന്നെ രണ്ട് തരമുണ്ട്. നല്ല കട്ടയായിട്ടുള്ള പൂവുണ്ട്, അതുപോലെ ഒറ്റ ഇതിൽ മാത്രമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അതേ കുറച്ച് പൂവൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പൂവ് കിട്ടിയിരിക്കുന്നത് എൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. കൂടാതെ തന്നെ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട്, പക്ഷേ വലുതായി വരുന്നതേ ഉള്ളൂ. ദിവസേന 1-2 പൂക്കളൊക്കെ വെച്ച് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ചിറ്റയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കൾ ഞാനിങ്ങനെ ഓരോ ദിവസം കളക്ട് ചെയ്ത് വെച്ച് പിന്നെ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കണമാണ് കേട്ടോ. നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഉണക്കി പൊടിച്ച് വെച്ചേക്കണതാണ്. ഇതൊരു 3 മാസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടംപോലെ കിട്ടിയൊരു സമയത്ത് നമ്മളതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമായിരുന്നു, ടീ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലിസറിൻ സോപ്പ് ബേസ്. അപ്പോൾ 100 ഗ്രാമിൻ്റെ 2 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു 13 ഗ്രാം കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ സോപ്പിൻ്റെ ബേസൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ആ പൂവ് പൊടിച്ചതുകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ബേസിൻ്റെ കൂടെ നന്നായിട്ട് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. ഒരുപാട് ബെനിഫിറ്റാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം കൊണ്ട് ഉള്ളത്. ഒരുപാട് പ്രൊഡക്റ്റുകളും ഉണ്ട് ഈ ശംഖുപുഷ്പം വെച്ച്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് നമ്മളൊരു ബൗളിലോട്ട് 2 സ്പൂൺ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് ഇടുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനും കൂടി ഒഴിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 വൈറ്റമിൻ ക്യാപ്സ്യൂളുകളും കൂടി പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഈ ഒരു മിക്സ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ നോക്കി ഒരു ലൈറ്റ് ബ്ലൂ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് കറ്റാർവാഴയുടെ മിക്സുകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊരു ജെല്ല് പോലെ ഇങ്ങനെ കട്ട പോലെയാണ് കിടക്കുന്നത്. അതൊന്ന് ഉടച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ കറ്റാർവാഴയുടെ ഒരു മിക്സുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ സോപ്പിൻ്റെ മോൾഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പുതുതായിട്ട് മേടിച്ചൊരു മോൾഡാണ് കേട്ടോ. നല്ല തിക്നെസ്സും ഉണ്ട് ഒരു മോൾഡിന്. അപ്പോൾ ഇതിൽ പിഗ്, ലയൺ, ബിയറാണ് വരുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മോൾഡായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സ്മെല്ലാണ്, ലാവൻഡറിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ സ്മെല്ലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സോപ്പിൻ്റെ മോൾഡ് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ എൻ്റെ ചേച്ചിയുടെ കൊച്ചും എൻ്റെ കൊച്ചൊക്കെ പറിച്ചിലായിരുന്നു കേട്ടോ. എപ്പോഴും സോപ്പ് ഉണ്ടാക്കണം, എനിക്ക് ലയൻ്റെ വേണം, എനിക്ക് പിഗിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മത്സരമായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചു ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനെ ഉണ്ടാക്കി കളയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് കൊണ്ടും, അതുപോലെ ഇലയും വേരും എല്ലാം ഏറെ ഗുണം നൽകുന്ന പച്ചമരുന്നുകളാണ്. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ നല്ല ഗുണം നൽകുന്ന ഒന്നാണ് ഈ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു സോപ്പിൻ്റെ മിക്സെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ഒരു സോപ്പ് സെറ്റായി കിട്ടും. ഞാനിപ്പോൾ എന്തായാലും 3 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ ഒരു സോപ്പ് റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കൊച്ചാണ് സോപ്പെല്ലാം റിമൂവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒന്ന് സോപ്പ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പല്ല, അപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ആൾ റിമൂവ് ചെയ്തെടുക്കണം അതിൽ നിന്ന്. ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ വരുന്നത്. ശംഖുപുഷ്പം കൊണ്ടുള്ള ടീ ഉണ്ട്, സ്ക്വാഷ് ഉണ്ട്, അതുപോലെ ജാമുകൾ, കൂടാതെ തന്നെ ഫേസ് ജെല്ല്, ഫേസ് ക്രീം, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകളാണ് ഇപ്പം വിപണിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഒരു സോപ്പ് 100 ഗ്രാം 105 ഒന്ന് 107 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലയണും പിഗും ഇവിടെ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറ്റാർവാഴയുടെ സോപ്പാണ് കേട്ടോ. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും ഒരു സോപ്പ് പെട്ടെന്ന് മെൽറ്റായി പോകുന്നൊക്കെ ഉള്ളത്. ഒരു കുഴപ്പമില്ല, ഇപ്പോഴും നല്ല അടിപൊളി നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ആ ഒരു സോപ്പിന്. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിന് കുറച്ചധികം നല്ല കളർ കൂടിപ്പോയി. അതാണ് കേട്ടോ ആ ലൈറ്റിൽ ഞാനിങ്ങനെ കാണിച്ചു തന്നത് സോപ്പിൻ്റെ കളറ്. അപ്പോൾ നമ്മുടെ പിഗും അതുപോലെ ലയണൊക്കെ നല്ല അടിപൊളി സൂപ്പറായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പോൾ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് അവൈലബിൾ ആണ്. ഓർഡർ അനുസരിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിറ്റയുടെ വീട്ടിൽ പോയപ്പോൾ കളക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ തന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കണതും കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കണമൊക്കെ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാകും. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി അഭിപ്രായം പറയണേ. ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ട് തന്നെ 1 വയസ്സ് കഴിഞ്ഞ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.